ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കായും ബ്രിക്സ് അല്ലെങ്കിൽ കായ്ക്കട്ട എങ്ങനെയാണ് ഈസി ആയിട്ട് പൗഡർ ഫോമിലാക്കി മാറ്റുന്നതെന്ന് നോക്കാം. അത് നമുക്ക് വളരെ കാലം സൂക്ഷിച്ചു വെക്കാം. നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കായം പൗഡറിനേക്കാളും നല്ല സ്മെല്ല് കാണും. എത്ര നാൾ വേണമെങ്കിലും അത് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് NS കായമാണ്. ഇതിനകത്ത് കായക്കട്ടയായിട്ടാണ് ഇരിക്കുന്നല്ലോ. അപ്പൊ നമുക്കിത് പൗഡർ ഫോം ആക്കാം. നമുക്കൊരു പാൻ എടുക്കാം. ആ പാനിൽ ചുവടിൽ കുറച്ച് നല്ല കട്ടി വേണം, അല്ലെങ്കിൽ അത് ബേണായി പോകും. അപ്പോൾ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ എടുത്താൽ മതി. പക്ഷെ അടിയിൽ കട്ടി വേണം കുറച്ച്. പാൻ നമ്മൾ വെച്ചു ഓൾറെഡി. അപ്പൊ നമ്മൾ വെച്ചു. ഇടയ്ക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. മെൽറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു ഉടന്റെ തവി എടുക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ ബോൾ ആയാലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് രണ്ടും കാണിച്ചു തരാം എങ്ങനെയാ പ്രസ് ചെയ്യുന്നതെന്ന്. ഇടയ്ക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുകൊണ്ട് എങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. ഇതുപോലെ ഇത് ഹീറ്റ് ആവും, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കാതെ ഉടൻ ഉപയോഗിച്ച് ഇച്ചിരി നല്ലതായിരിക്കും. ഇത് പ്രസ് ചെയ്ത് തിന്നായിട്ട് വരണം. അന്നേരം അത് ഡ്രൈ ആവും. ഇപ്പൊ ഏകദേശം റെഡിയായി. ഉള്ളിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി. ഇതുപോലെ സ്മോൾ പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ചൂടാറിയിട്ടുണ്ട്. നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് പൊടിക്കാം. അപ്പൊ ഇത് പൊടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നല്ലപോലെ പൗഡർ ആയിട്ടുണ്ട്. അത് കണ്ടോ, നല്ല വെളുത്ത കളറില് നല്ല പൗഡർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റാം. കായ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും. ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ബൈ ഗൈസ്.